കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ദൈവം നമ്മെ വിളിച്ച വിളിക്ക് പിൻപിൽ ഉള്ള ദൈവിക ജ്ഞാനത്തെ, നമ്മെ തന്നെ ദൈവിക പദ്ധതികൾ നിവൃത്തിയാക്കേണ്ടതിന് ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ പിൻപിലുള്ള ദൈവിക ഉദ്ദേശം എത്രയും വലിയതെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടി, നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സ്വർഗപ്രാപ്തി, വിവിധമുള്ള പല വിഷയങ്ങളിലും സ്വന്തം ശൂന്യതകളെയും സ്വന്തം കുറവുകളെയും മാത്രം തിരിച്ചറിഞ്ഞ് ഒരിക്കലും ഈ ദൈവിക പദ്ധതികൾക്കകത്ത് നാം ഉൾപ്പെട്ടിട്ടില്ല എന്ന് മാനുഷികമായി ചിന്തിച്ച് നിരാശപ്പെടുന്ന അനേകരുണ്ട്. എന്നാൽ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ലോകം നിയന്ത്രിക്കപ്പെടുന്നത് ജ്ഞാനത്താലും ബലത്താലും മാനുഷികമായി വലിപ്പമെന്ന് തോന്നുന്ന പല കാര്യങ്ങളാലുമാണ്. ഇവ സകലത്തിനെയും മിണ്ടാതാക്കിയിട്ട് അതിനെ കവിഞ്ഞുള്ളൊരു ദൈവിക ജ്ഞാനത്താൽ നമ്മെ നടത്തുവാനും ലോകത്തിൻ്റെ ജ്ഞാനത്തെ നിഷ്പ്രഭമാക്കുവാനും ആഗ്രഹിക്കുന്ന ദൈവം. 8-ാം സങ്കീർത്തനം 2-ാം വാക്യം ദൈവവചനം ഓർപ്പിക്കുന്നു, നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. ദൈവിക തിരഞ്ഞെടുപ്പ്, അതിൻ്റെ പിൻപിലെ ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. ലോകത്തെ വീണ്ടെടുക്കുവാനുള്ള ദൈവിക പദ്ധതി പിതാവ് ഭരമേൽപ്പിച്ചത് തൻ്റെ സ്വന്തം പുത്രനിലൂടെ ആയിരിക്കുമ്പോൾ തന്നെ ആ സുവിശേഷം ലോകത്തിന് അറിയിപ്പാൻ കർത്താവ് ആദ്യമായി തിരഞ്ഞെടുത്തത് ചില ഭോഷന്മാരെയാണ്. മത്തായിയുടെ സുവിശേഷം 4:18 ഗലീല കടൽ തീരത്തുകൂടി നടക്കുന്ന യേശു ശീമോൻ എന്നും അന്ത്രയോസ് എന്നും പേരുള്ള 2 സഹോദരന്മാരായ മുഖുവന്മാരെ ലോകത്തിൻ്റെ മുഴുവൻ വീണ്ടെടുപ്പിനായുള്ള സുവിശേഷം അറിയിപ്പാൻ തിരഞ്ഞെടുത്തു. കർത്താവ് അവരോട് ഇപ്രകാരം പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. വീണ്ടും
4:21 ഇപ്രകാരം ഓർപ്പിക്കുന്നു: യേശു സെബദിപുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും കണ്ടു, അവരെയും തൻ്റെ പിന്നാലെ വരുവാൻ വിളിച്ചു. അതേ പുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷം 9:9 ചന്തസ്ഥലത്തിരിക്കുന്ന ചുങ്കം പിരിക്കുന്ന ലേവി എന്ന പുരുഷനെ കർത്താവ് തൻ്റെ പിന്നാലെ വരുവാൻ വിളിച്ചു. തിരുവചനത്തിൽ നാം കണ്ണോടിക്കുമ്പോൾ ജ്ഞാനമില്ലാത്തവരെയും ബലമില്ലാത്തവരെയും കുലീനതയില്ലാത്തവരെയും മാത്രം വിളിച്ച് ഏറ്റവും ബലപ്പെട്ടതും ഏറ്റവും തികവുള്ളതും ഏറ്റവും ശ്രേഷ്ഠമായത് ഭരമേൽപ്പിക്കുന്ന ദൈവിക ജ്ഞാനം നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, തന്നെത്താൻ നോക്കി സ്വന്തം കുറവുകളെ കണ്ട് ഒരിക്കലും അധൈര്യപ്പെട്ടു പോകാതെ നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ ആ വലിയ വിളിയിലും അവൻ്റെ വിളിക്ക് പിൻപിലെ ആ ദൈവിക പദ്ധതിയും അതിൽ മറഞ്ഞിരിക്കുന്ന ദൈവകൃപയും തിരിച്ചറിഞ്ഞ് ഈ പകൽ മുൻപോട്ട് നീങ്ങുവാൻ സ്വർഗം നമുക്കിടയാക്കേണ്ടതിന് ദൈവകൃപയിൽ ശരണപ്പെടാം. നാം ആരെന്നുള്ളത് അല്ല, മറിച്ച് നമ്മെ വിളിച്ചവൻ എത്രത്തോളം വിശ്വസ്തനെന്നും എത്രത്തോളം ജ്ഞാനിയെന്നും എത്രത്തോളം സർവശക്തനെന്നും തിരിച്ചറിഞ്ഞ് ദൈവകൃപയിൽ ശരണപ്പെടുവാൻ ഈ പകൽ സ്വർഗം നമുക്കിടയാക്കട്ടെ. കൃപയിൽ ശരണപ്പെടാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.